ഹായ് ക്യൂട്ടീസ്. അപ്പോൾ എല്ലാവരും ക്രിസ്മസൊക്കെ നല്ലോണം ആഘോഷിച്ചെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ക്രിസ്മസൊക്കെ കഴിഞ്ഞെങ്കിലും ആ ക്രിസ്മസിൻ്റെയൊക്കെ ന്യൂ ഇയറിൻ്റെയൊക്കെ ഒരു വൈബില്ല, ഒരു പെയിൻറ്റിങ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് വരയ്ക്കാൻ വേണ്ടി പേജ് തുറന്നപ്പം വലിയ റിയലിസ്റ്റിക്കെന്നോ അങ്ങനെയൊന്നും വിചാരിച്ചുകൊണ്ടുള്ളൊരു പെയിൻറ്റിങ് എല്ലാം ചെയ്യുന്നത്. നമ്മൾ പലരും നമ്മുടെ സാന്റാക്ലോസ് ക്രിസ്മസ് ആഘോഷിക്കുന്നു, നമ്മുടെ പല ആൾക്കാരും ക്രിസ്മസ് ആഘോഷിക്കുന്നു, സ്നോമാൻ ക്രിസ്മസ് ആഘോഷിക്കുന്നു ഒക്കെ ആയിട്ടുള്ള വരയ്ക്കാറുണ്ട് അല്ലേ. പക്ഷേ നമ്മുടെ സ്റ്റാറില്ലേ, നമ്മുടെ ക്യൂട്ടായിട്ട് സ്റ്റാർ, പുള്ളിക്കാരൻ്റെ ക്രിസ്മസ് ആഘോഷം നമ്മളിതിൽ കണ്ടിട്ടുള്ളൂ. ആ പുള്ളിക്കാരൻ്റെ ക്രിസ്മസ് ആഘോഷമാണ് നമ്മൾ കാണുന്നത്. നമ്മളെല്ലാവരെയും പോലെ ഒരു ചെറിയൊരു ഇമേജ് പോലെയാണ് ഞാൻ വരയ്ക്കുന്നത്. അതായത് ഉപ്പിയൊക്കെ വെച്ച് കേക്കൊക്കെ തിന്ന് കൂടെയുള്ള സ്നോമാനും കൂട്ടുകാരൊക്കെ ചേർന്ന് ഒരു ചെറിയ ആഘോഷം. അപ്പം ഇതെനിക്ക് കൊച്ചു കുട്ടികൾക്ക് കൂടെ ഇഷ്ടമാണെന്ന് വിചാരിച്ചുള്ള രീതിയിലുള്ളൊരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഇതിനെ നിങ്ങൾ വലിയ പെർഫെക്ഷൻ ആയിട്ടൊന്നും വലിയ ആർട്ടിസ്റ്റിക് പെയിൻറ്റിംഗ് ആണെന്നും കണക്കാകില്ല. എൻ്റെ മനസ്സിൽ എനിക്കൊരു ശാന്തമായിട്ടുള്ള ആ വൈബിൽ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്ത പെയിൻറ്റിംഗ് ആണ്. അപ്പം ഞാൻ വരച്ച് വന്നപ്പോൾ എന്താണ് വരച്ചതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ അങ്ങ് പോകണം. ചില പെയിൻറ്റുകൾ അങ്ങനെയാണ്, നമ്മൾ പ്ലാൻ ചെയ്യാതെ വരയ്ക്കുക എന്നുള്ള ഒരു പരിപാടിയില്ലേ, അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഞാൻ തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ച് ഏതാണ്ടൊക്കെ നമ്മുടെ സ്റ്റാറിനെയും ഒരു കേക്കിനെയും സ്നോമാനെയും നമ്മുടെ ക്രിസ്മസ് ബോൾസും ഒക്കെ വരച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ലായിരുന്നേ. അപ്പോൾ ഇങ്ങനെ വരയ്ക്കണോ കളർ അടിക്കണോ, അപ്പോൾ ഞാനങ്ങ് ഒരു ഊഹം വെച്ചങ്ങ് പോവാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വൈബ് അനുസരിച്ച് നിങ്ങൾ എൻജോയ് ചെയ്യുക, ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയുള്ള നമ്മൾ പുതിയ ഡ്രോയിങ്ങുകളൊക്കെ വരയ്ക്കുമ്പോഴത്തേന് നമുക്കൊരു ഇൻട്രസ്റ്റ് ആവും. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പെൻസിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ, വാട്ടർ കളർ പെൻസിലാണ്. അപ്പോൾ സ്റ്റെഡ്ലർ എന്ന് പറയുന്ന വാട്ടർ കളർ പെൻസിലാണ്. അതെന്ന് പറയുന്നത് നമുക്ക് പെൻസിലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ മുകളിൽ നമ്മൾ വെള്ളം വെച്ച് നമ്മൾ സാധാരണ വാട്ടർ കളർ പോലെ നമ്മളതിനെ ചെയ്താൽ നമ്മൾ വാട്ടർ കളറായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ രണ്ടും കൂടി ചെയ്താണ് നമുക്ക്. കാരണം വാട്ടർ കളറിനകത്ത് എൻ്റെ കയ്യിലിരിക്കുന്ന വാട്ടർ കളറിനകത്ത് ആകെ 2-3 പ്രൈമറി കളേഴ്സുള്ളൂ, അതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം ഇത് തുടക്കത്തിൽ വലിയ പെർഫെക്ഷനായിട്ടോ ഒന്നും തോന്നത്തില്ലായിരിക്കും. കാരണം വെച്ചാൽ ഞാൻ എന്താ വരയ്ക്കേണ്ടതെന്നൊരു പ്ലാൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന പെയിൻറ്റിങ് അല്ലാത്തതുകൊണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ പല പെയിൻറ്റുകളും നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇത് പെർഫെക്റ്റ് ആണെന്ന് വെച്ചുകൊണ്ട് ചെയ്യാറില്ല. അങ്ങനെ ഒരു പെയിൻറ്റിങ് അല്ല കേട്ടോ. ഇത് പെർഫെക്ഷൻ ആകണമെന്ന് എനിക്കൊരു നിർബന്ധമില്ലാത്തൊരു പെയിൻറ്റിംഗ് ആണ്. ഇത് എൻ്റെ ഫ്ലോയിൽ എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക. ചില ക്രാഫ്റ്റുകൾ ചെയ്യുമ്പോൾ അല്ല ചില പാട്ടുകൾ കേൾക്കുമ്പോഴും നമുക്കൊരു മനസ്സിന് സന്തോഷമില്ലേ. പാട്ട് പാടുന്നവർ നല്ല പാട്ടുകൾ, അവരത് പാട്ടിൻ്റെ വരികൾ പഠിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പാടാത്ത പാട്ടുകളിൽ അതുപോലൊരു പെയിൻറ്റിംഗ് ആണ് വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം, സപ്പോർട്ട് ചെയ്യണം. കാരണം പലരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാതെയും ലൈക്ക് അടിക്കാതെയും പെയിൻറ്റിംഗ് ഒക്കെ കാണും. ചിലപ്പോൾ ഞാൻ ചെയ്യുന്നത് തെറ്റായതുകൊണ്ടായിരിക്കും, പക്ഷേ ഇങ്ങനെയല്ലേ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എൻ്റെ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, നല്ല നല്ല കമൻറ്റുകൾ വെച്ച് എനിക്ക് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. എനിക്കറിയാം ഞാനും തുടക്കക്കാരിയാണ്. എനിക്കൊന്നും കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും പെയിൻറ്റിങ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റേതായ ഇംപെർഫെക്ഷൻസൊക്കെ കാണും. പിന്നെ ഞാനും പഠിച്ചു വരുന്നുള്ളൂ. എനിക്ക് ഈ കോംപ്ലിമെൻ്ററി ഇപ്പം കണ്ടില്ല, നമ്മൾ ഈ ബോൾ വരയ്ക്കുന്ന കോംപ്ലിമെൻ്ററി കളർ വെച്ചത്, റെഡ് വെച്ച് മാത്രമല്ല അതിന് വെച്ചത്. അതിൻ്റെ ഡാർക്ക് ഷെയ്ഡ്സൊക്കെ ഞാൻ ഗ്രീൻ, അതായത് റെഡിൻ്റെ കോംപ്ലിമെൻ്ററി ആയ ഗ്രീൻ വെച്ചാണ് ചെയ്യുന്നത്. ഞാനിത് ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിതിങ്ങനെ ചെയ്ത് പഠിക്കണം എന്നുണ്ട്. സാധാരണ നമ്മളെല്ലാവരും നമ്മുടെ ഇപ്പോൾ റെഡിൻ്റെ ഡാർക്ക് സ്റ്റോൺ വെച്ചല്ലേ പെയിൻറ്റ് ചെയ്യുന്നത്. ഇതിപ്പം നമ്മൾ ചെയ്തത് റെഡിൻ്റെ തന്നെ കോംപ്ലിമെൻ്ററി കളർ, അത് കളർ വീലിനകത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അത് വെച്ചാണ് ഞാൻ ഡാർക്ക് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് കുറേ പെയിൻറ്റുകൾ ചെയ്യണമെന്നുണ്ട്, ഞാനൊരു ദിവസം ചെയ്യാം. അപ്പോൾ നമ്മൾ അതിനെ ഒരു നല്ല ക്രിസ്മസ് ബോൾ വരയ്ക്കുകയാണ്. പിന്നെ ഞാൻ പറയുന്ന പോലെ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അപ്പം ഇച്ചിരി ഒന്ന് ലൈക്കൊക്കെ അടിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നല്ല കമൻറ്റൊക്കെ ഇടുകയും ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു പ്രോത്സാഹനമാവുകയും ചെയ്യും. പിന്നെ നല്ല നല്ല പെയിൻറ്റുകൾ വരയ്ക്കുകയും ചെയ്യും. അപ്പം പിന്നെ ഇപ്പം ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്ന പല പെയിൻറ്റുകളും നിങ്ങൾ ഷോർട്സിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫ്രൂട്ട്സും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസം ഞാൻ പഠിക്കുന്നതനുസരിച്ച് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വെച്ചുകൊണ്ടാണ്. അപ്പം ഇത് നമ്മുടെ ഒരു സ്റ്റാർ നമ്മളൊരു മഞ്ഞിൻ്റെ ഒരു ലാൻഡിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് കേക്കൊക്കെ വെച്ചുകൊണ്ട് ഒരു ക്രിസ്മസ് ആഘോഷമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ക്യൂട്ട്നെസ്സും ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ചുമ്മാ ഒരു പെയിൻറ്റിംഗ് എന്നുള്ളത് പറയത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ കേട്ടോ. പിന്നെ നിങ്ങളുടെ ക്രിസ്മസ് ആഘോഷമൊക്കെ ഇന്ന് 2025 തീരാറായി, പെട്ടെന്നാണ് പോയതല്ലേ. അപ്പോൾ 2026 ആകുമ്പം പലരും പല റെസൊല്യൂഷൻസൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാവരും നല്ല നല്ല കാര്യങ്ങൾ റെസൊല്യൂഷനൊക്കെ ചെയ്യുക. പിന്നെ ഒരിക്കലും നിങ്ങളുടെ ഹോബീസ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കണ്ട കേട്ടോ. അതൊക്കെ ചെയ്ത് പഠിക്കുന്ന നല്ലതല്ലേ വല്ലപ്പോഴൊക്കെ. പിന്നെ എനിക്ക് വേറൊരു ചാനലുണ്ട്, നിങ്ങൾക്കറിയാവുന്നല്ലേ, അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതിനകത്ത് കുറേ ജേർണലും വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പറയുന്നുള്ള ക്രാഫ്റ്റും ചെയ്യാം കേട്ടോ. അപ്പോൾ എൻജോയ് ദ വൈബ് കേട്ടോ. ലാസ്റ്റ് അതിൻ്റെ ഔട്ട്കം എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു വയ്ക്കാം. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ.
A few moments later.